ശരത്തെ, രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം, അതിനെ ആദ്യമായി ഏറ്റവും കൂടുതൽ ഗാംഭീര്യത്തിലെടുക്കേണ്ടത് ആരാണ്? രാഹുൽ ഗാന്ധി തന്നെയാണ്, അല്ലേ? തീർച്ചയായും. അതിന് കൊടുക്കേണ്ട ഗാംഭീര്യം, കൊടുക്കേണ്ട വേദിയിൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയവും എടുത്തുകൊണ്ട് 10 ദിവസം യാത്ര ചെയ്ത് വലിയ ജനപങ്കാളിത്തമൊക്കെ ലഭിച്ചു. എന്നിട്ട് രാഹുൽ ഗാന്ധി എങ്ങോട്ടാണ് പോയത്? രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന് വരെ പറഞ്ഞില്ലേ? അപ്പോൾ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു മുഖ്യ വിഷയമായി കൊണ്ടുവന്ന് ജനങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എവിടെ പോയിരുന്നു രാഹുൽ ഗാന്ധി? നിങ്ങൾക്കറിയുമോ കോൺഗ്രസ് സ്വീകരിച്ച നടപടി എന്താണെന്ന്? 70 സീറ്റ് മത്സരിക്കാൻ തരില്ല എന്ന് RJD ബലം പിടിച്ചപ്പോൾ RJDയെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് 60 സീറ്റെങ്കിലും വേണം, അല്ല എങ്കിൽ കോൺഗ്രസ് നേതാവ് പ്രചരണത്തിനെത്തില്ല എന്ന് RJDയെ ഭയപ്പെടുത്തുകയായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് തേജസ്വി യാദവ് ആയിരിക്കുമെന്ന് ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരാതിരുന്നത് എന്തായിരുന്നു അറിയാമോ? 52 സീറ്റ് വരെ RJD കൊടുക്കാൻ തയ്യാറായിട്ടും അത് പറ്റില്ല, 60 സീറ്റിൽ താഴെ ഞങ്ങൾ മത്സരിക്കില്ല, അത് നിങ്ങൾ ഉറപ്പാക്കി തരുന്നത് വരെ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തില്ല, നിങ്ങളോടൊപ്പം പ്രചരണം നടത്തില്ല എന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തേജസ്വി യാദവിൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ രാഹുൽ ഗാന്ധി മാറി നിന്നത്. അവസാനം നിങ്ങൾക്കറിയുമോ, കോൺഗ്രസിനോടുള്ള വലിയ സ്നേഹവും പ്രേമമൊന്നും RJDക്കില്ല. RJDക്ക് ഒരു ഭയമുണ്ടുള്ളിൽ. കോൺഗ്രസിനെ കൂടെ നിർത്താതെ ഒരു മത്സരത്തിനിറങ്ങിയാൽ RJDയുടെ ഏറ്റവും വലിയ വോട്ട് സഖ്യമായ MY മുസ്ലിം യാദവ് കോമ്പിനേഷനിലെ മുസ്ലിം വോട്ടുകൾ രണ്ടായി പിളരുമെന്നറിയാം. അല്ല, ഇത്തവണ കണക്കെല്ലാം പാഴായില്ലേ? RJDയുടെ കണക്കൂട്ടലൊന്നും ഫലവത്തായില്ലല്ലോ. ഇപ്പോൾ രാംവിലാസ് പാസ്വാന്റെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് പോലും ഇല്ല. ഇനി ഒരു 2030 ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കും RJDക്ക്. കോൺഗ്രസിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്താം. അതല്ല എങ്കിൽ പിന്നെ തേജസ്വി യാദവിന് 2030 ഇനിയും ഒരു വലിയ മഹാസഖ്യത്തിൻ്റെ തേര് നയിക്കണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് തന്നെ VIP പോലുള്ള എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് 36% വരുന്ന ആ വോട്ട് ബാങ്കിലേക്ക്, ഇന്ന് നിതീഷിൻ്റെ കൺട്രോളാണ് ആ വോട്ട് ബാങ്കിൽ, അതിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഇതുപോലുള്ള ഇറാഷണലായിട്ടുള്ള രാഷ്ട്രീയ ഡിമാൻഡ്സ് മാറ്റിവെച്ചുകൊണ്ട്, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തേജസ്വി യാദവിന് ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ഒരു നേതൃത്വം ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ നിതീഷിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അസ്തമയമുണ്ടാകണം. അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ 90 മുതൽ 2005 വരെയുള്ള ഭരണത്തിലൂടെ അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, തേജസ്വി യാദവിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂതമുണ്ട്. അതിൽ നിന്ന് മുക്തനാകാനുള്ള നീക്കങ്ങൾ RJDയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ല, അതിൽ നിന്നും RJDക്ക് മുക്തനാകണമെങ്കിൽ, തേജസ്വി യാദവിന് മുക്തനാകണമെങ്കിൽ അദ്ദേഹം ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രിയായി തെളിയിക്കേണ്ടി വരും. അദ്ദേഹം ഒരു തവണ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിരുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അന്ന് ഒരുവിധം ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി വന്നതാണ്. അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി, ഇപ്പോൾ അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിൻ്റെ നിഴലിൽ നിന്ന് മറികടന്നത് അങ്ങനെയാണ്. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അഖിലേഷ് കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ അഖിലേഷ് അതല്ല, അതോടൊപ്പം തന്നെ അഖിലേഷിനും ഡിംപിളും ചേർന്ന് ഈ പറയുന്ന യാദവ കുലത്തിൻ്റെ വലിയ ഗുണ്ടായുസങ്ങൾക്ക് അവസാനം അറുതി വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. അത് മുഖ്യമന്ത്രിയായിരുന്നവർ അഖിലേഷ് ചെയ്യാൻ സാധിച്ചതാണ്. തേജസ്വി യാദവിന് അങ്ങനെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ തേജസ്വി യാദവ് ഇപ്പോഴും ഈ പറയുന്ന ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളുടെയും വിഴുപ്പും ഭാണ്ഡവും ചുമന്ന് തന്നെ നടക്കേണ്ടി വരുന്നു. അത് കിട്ടണമെങ്കിൽ നേരത്തെ ശ്രീ ഷാജി ജോസഫ് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ആകണം. അത് ഒന്ന്. 2, അതിന് നിതീഷ് കുമാറിൻ്റെ യുഗത്തിൻ്റെ അവസാനം ഉണ്ടാകണം. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക, ഒരു രഹസ്യം കൂടെ പറയാം. 2015 തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ, 2015 ലാലുവും നിതീഷും ഒന്നിച്ചു നിന്ന് BJPയെ പരാജയപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമായ ഗവൺമെൻറ്റിൽ, മഹാസഖ്യത്തിൻ്റെ ഗവൺമെൻറ്റിൽ ലാലുവിൻ്റെ 2 മക്കളും മന്ത്രിമാരാകുന്നു.
ഈ ഗവൺമെൻറ് 2017 എത്തിയപ്പോൾ നിതീഷ് കുമാറിന് ഈ ഗവൺമെൻറ്റും ലാലുവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും BJPയുമായി ഒരു സഖ്യമുണ്ടാക്കേണ്ട ഗതികേടിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിലിരുന്നു കൊണ്ട് ഏതാണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന അഴിമതിയുടെ കൂത്തരങ്ങിലേക്ക് ഈ ഗവൺമെൻറ്റിനെ തള്ളിക്കൊണ്ട് പോകുന്നു ലാലുവിൻ്റെ മക്കൾ എന്ന ഭയം നിതീഷ് കുമാറിനുണ്ടായി. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ്റിൽ നിതീഷ് കുമാർ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് അഴിമതിരഹിത ഭരണത്തിനാണ്. ഇന്ന് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയക്കാരിൽ ഏതെങ്കിലും ഒരു നേതാവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ, നിതീഷിൻ്റെ മകൻ ഇപ്രാവശ്യം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചില ട്രെൻഡുകൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നു, അതുണ്ടാകില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞല്ലോ. അപ്പോൾ മക്കൾ രാഷ്ട്രീയം ബീഹാറിൽ കൊണ്ടുവരാതെ RJDയെ നേരിടുന്ന ഒരു നേതാവും കൂടിയാണ് നിതീഷ്. ആ നിതീഷ് കുമാറിന് താൻ കഴിഞ്ഞ 2005 മുതൽ കൊണ്ടുവന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്കധികം നേരം വേണ്ടിവരില്ല എന്നുകൂടെ കാണിച്ചയാളാണ് നിതീഷ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നും ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കമ്പാരിസൺ എന്ന് പറയുന്നത് 90 മുതൽ 2005 വരെയുള്ള ലാലൂവിയൻ ഇറയും ആ യുഗവും 2005 മുതൽ 2025 വരെ തെരഞ്ഞെടുപ്പ് വരെയുള്ള നിതീഷിൻ്റെ കാലഘട്ടവുമാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിന് മറക്കാൻ, ഈ കാലഘട്ടത്തെ മറക്കാനും ഇങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് ബീഹാറിലെ ജനങ്ങൾ പോകാതിരിക്കുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ യുഗത്തെ മറക്കണം. നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് ഫിസിക്കലി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തമയമുണ്ടാകണം. അല്ലാതെ തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ പക്വതയോടുകൂടിയും പൂർണ്ണ മനസ്സോടുകൂടി ബീഹാറിലെ പ്രബുദ്ധ രാഷ്ട്രീയം അറിയാവുന്ന സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങൾ സ്വീകരിക്കാനുള്ള വേദി ഒരുങ്ങിയിട്ടില്ല എന്നാണ് ശരത്തെ ഞാൻ പറഞ്ഞു വന്നത്. റൈറ്റ്.